ശാസ്ത്രീയ സാമവേദ പഠനം ക്ലാസ് 34. നമ്മളിന്ന് ഐന്ദ്രപർവ്വത്തിലെ 3-ാമത്തെ അധ്യായമായിട്ട് അതിൽ 11-ാമത്തെ ഖണ്ഡമാണ് നോക്കുന്നത്. അപ്പം ഇതിൽ ഇന്ദ്രനെ പറ്റിയാണ് നോക്കുന്നത്. ഇന്ദ്രൻ എന്നത് നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും ആ കർമ്മത്തിൻ്റെ പൂർത്തീകരണം നടത്തുന്നത്, അത് ആ പ്രവൃത്തി ഏകോപിപ്പിക്കുന്ന ശക്തിവിശേഷം. നമ്മളൊരു സിസ്റ്റത്തിനാണ് ഒരു കർമ്മം ചെയ്യുന്നതിന് ഒരു സിസ്റ്റമായി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു, ആ സിസ്റ്റം അതിനെ ഔട്ട്പുട്ടായിട്ട് മാറ്റുന്നു. ഉദാഹരണമായിട്ട് ചോറ് വയ്ക്കാനാണെങ്കിൽ നമ്മൾ അരിയും വെള്ളവും പാത്രത്തിന് കൊടുക്കുന്നു, അഗ്നിയും കൊടുക്കുന്നു, ആ പാത്രം ആ സിസ്റ്റം അതിനെ ഔട്ട്പുട്ടായി ചോറാക്കി മാറ്റുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് കുറേ കർമ്മങ്ങൾ നടക്കുന്നുണ്ട്. അത് സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് നടക്കുക. ആ കർമ്മത്തിൽ അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ. ആ ഒരു ധാരണയോടുകൂടി നമുക്കിതിലേക്ക് പോകാം. 332 എന്ന മന്ത്രത്തിൽ പറയുന്നു, ശത്രുക്കളെ ജയിക്കുന്നവൻ. ഇവിടെ ശത്രു എന്ന് പറയുമ്പോൾ നടക്കുന്ന യജ്ഞം എപ്പോഴും ഒരു യുദ്ധമാണ്. അരി ചോറാകുമ്പോൾ അവിടെ അരിയെ അതേപോലെ നിലനിർത്താൻ നിൽക്കുന്ന ഒരു ശക്തിവിശേഷമുണ്ട്. ഒരു ശക്തിവിശേഷം അരിയെ ചോറാക്കാൻ പ്രേരിപ്പിക്കും. എവ്രി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പം നമ്മളതിനെ അഗ്നിയുടെ സഹായത്താൽ ചോറാക്കാൻ ശ്രമിക്കുമ്പോൾ ആ സിസ്റ്റം, ആ അരി അതിനെ ആദ്യം എതിർക്കും, റിയാക്ഷൻ ഉണ്ടാകും. അതാണ് തമോ ഗുണം. അപ്പോൾ അതിനാണ് ശത്രു. അവിടെ ആ ശത്രുതയെ ജയിച്ചു കഴിഞ്ഞാൽ മാത്രമേ അരിനെ നമുക്ക് ആ രൂപത്തിൽ നിന്നും മാറ്റി ചോറാക്കി മാറ്റാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ശത്രുക്കൾ എപ്പോഴും ഏത് കർമ്മം നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു യുദ്ധമാണ് നടക്കുന്നത്. ഒരു കല്ല് പൊട്ടിക്കുകയാണെങ്കിൽ നമ്മൾ ബലം പ്രയോഗിച്ചിട്ട് കല്ലിനെ പൊട്ടിക്കാൻ ശ്രമിക്കുന്നു, കല്ലവിടെ അതിനെ എതിർക്കുന്നു. ആ എതിർപ്പിൽ നിന്ന് ചിലപ്പോൾ എന്താകും, തീപ്പൊരിയെല്ലാം പുറത്തേക്ക് വരും. അപ്പോൾ ഒരു വലിയ യുദ്ധമാണ് നടക്കുന്നത്. അപ്പോൾ എല്ലാ യജ്ഞങ്ങളും ഒരു യുദ്ധമാണ്. അവിടെ ആക്ഷനുണ്ട്. ആക്ഷനാണ് അതിനെ പുതുതായിട്ട് മാറാൻ പ്രേരിപ്പിക്കുന്ന ശക്തി. അതിനെ എതിർക്കുന്ന ശക്തിയാണ് റിയാക്ഷൻ. അതിനാണ് അസുരൻ എന്നെല്ലാം പറയുന്നത്. അപ്പം ശത്രുക്കളെ ജയിക്കുന്ന ശീഘ്രഗാമിയായ ഇന്ദ്രൻ. അപ്പം ആ സിസ്റ്റത്തിനകത്തൊരു ശക്തിയുണ്ട്, അതിനെയാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. അത് വളരെ വേഗത്തിൽ ശത്രുക്കളെ ജയിച്ചിട്ട് ആ സുവർണൻ്റെ മംഗളത്തിന് വേണ്ടി ഇന്ദ്രനെ നമ്മൾ വിളിക്കുന്നു എന്ന് പറയുന്നു. സുവർണൻ എന്ന് പറയുമ്പോൾ വേറൊരു കഥയിലെ കഥാപാത്രമായിട്ട് കണ്ടാൽ മതി. അത് ആ കഥ വരുന്നിടത്ത് നമുക്കതിനെപ്പറ്റി ചിന്തിക്കാം. ഒരാൾക്ക് വേണ്ടിയിട്ട്, ഒരു നല്ലൊരു പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇന്ദ്രനെ അവിടെ ആഹ്വാനം ചെയ്യുകയാണ്. ഇപ്പം ഇന്ദ്രനെയാണ് നമ്മൾ എന്ത് യജ്ഞം ചെയ്യുമ്പോൾ ഇന്ദ്രനാണ് അതിൻ്റെ അകത്തുള്ള പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇന്ദ്രനെ വിളിക്കുന്നു. ഇനി 333 പറയുകയാണ്, ശത്രുക്കളെ നശിപ്പിച്ച് മനസ്സിൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കുന്ന ഇന്ദ്രനെ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. ഇന്ദ്രനാണ് നമുക്ക് ആഗ്രഹം സാധിപ്പിച്ചു തരുന്നത്. ഇപ്പം ചോറ് വെക്കുമ്പോൾ നമുക്ക് ചോറ് കിട്ടണം. അത് സാധിപ്പിച്ചു തരുന്നത് ആ യജ്ഞത്തിൽ ഈ ഇന്ദ്രനാണ്. അപ്പോൾ ഇന്ദ്രനെ ആ രൂപത്തിൽ സിസ്റ്റം അപ്രോച്ചിൽ നമ്മൾ കാര്യങ്ങളെ വീക്ഷിക്കണമെന്നാണ് പറയുന്നത്. നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുന്നു, ഒരു സിസ്റ്റം അതിനെ നമുക്ക് വേണ്ട വസ്തുവായി മാറ്റിത്തരുന്നു. ആ സിസ്റ്റത്തിൻ്റെ അകത്ത് കുറേ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അത് സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രേരക ശക്തിയാണ് അതിൽ മാറ്റങ്ങളെല്ലാം വരുത്തി പുതിയ വസ്തുവാക്കി മാറ്റുന്നത്. ഇന്ദ്രനെ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. ആഹ്വാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ സയൻസിലൂടെ അതിനെ സമീപിക്കണം. ഏത് കർമ്മം ചെയ്യുവാനും അതിനൊരു സയൻസ് ഉണ്ട്. ആ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കർമ്മം ചെയ്താൽ ഇന്ദ്രൻ അതിനെ മാറ്റിത്തരിക. അതാണ് ആഹ്വാനം ചെയ്യുക എന്ന് പറയുന്നത്. നീ ഈ ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കി മാറ്റിത്തരിക. അവൻ ധൈര്യശാലിയും സുഖം നൽകുന്നവനും എല്ലാ കാര്യത്തിനും സമർത്ഥനുമാണ്. അപ്പോൾ ഏത് കാര്യം അത് സാധിപ്പിച്ചു തരും. പക്ഷേ നമ്മൾ ചെയ്യുന്നത്
സയൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് കർമ്മം ചെയ്താലും അതിന് ഫലം കിട്ടും. ആ ഇന്ദ്രൻ എന്ന ശക്തിവിശേഷം നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ അതിനെ മാറ്റിത്തരും. ഇന്ദ്രൻ എന്ത് ചെയ്യും? ഈ ഹവിസ് ഭക്ഷിക്കും. നമ്മൾ കൊടുക്കുന്ന വസ്തുവിനെ ഇന്ദ്രൻ ഭക്ഷിക്കും. നമ്മൾ സയൻസിലും അങ്ങനെയാണ് പറയുക, വി ഗിവ് ദി ഇൻപുട്ട് ടു ദി സിസ്റ്റം അബ്സോർബ് ഇറ്റ്. ആ സിസ്റ്റം അതെടുക്കും, എന്നിട്ട് നമുക്ക് ഔട്ട്പുട്ട് തരും. അതുപോലെ സിസ്റ്റത്തിൻ്റെ അകത്തുള്ള ശക്തിയാണ് ഇന്ദ്രൻ. നമ്മൾ കൊടുക്കുന്ന വസ്തു അരിയും വെള്ളവും ഇന്ദ്രൻ എടുക്കും, എന്നിട്ട് നമുക്ക് ചോറ് തരും. അനേകർ അതിനെ യുദ്ധത്തിനായി വിളിക്കുന്നു. അപ്പം ലോകത്തിൽ എന്തെല്ലാം കർമ്മങ്ങളുണ്ടോ അവിടെയെല്ലാം ഇന്ദ്രൻ എന്നൊരു ശക്തിവിശേഷമാണ് അതിനെ ഏകോപിപ്പിച്ചിട്ട് അവരെന്താണോ ഉദ്ദേശിക്കുന്നത് അതാക്കിയിട്ട് മാറ്റിക്കൊടുക്കുന്നത്. ഇനി 334 വലത് കയ്യിൽ വജ്രായുധമുണ്ട്. എന്തുകൊണ്ടാണ് വജ്രായുധം എന്ന് പറയുന്നത്? ഏതൊരു യജ്ഞവും പൊട്ടിക്കലും കൂട്ടിച്ചേർക്കലുമാണ്. ഒരു വീട് വെക്കൽ പൊട്ടിക്കലും കൂട്ടിച്ചേർക്കലുമാണ്. കല്ലിനെ പൊട്ടിച്ച് ചേർക്കും, പിന്നെ പല കല്ലുകൾ തമ്മിൽ ചേർത്തിട്ടെല്ലാം വീടുണ്ടാക്കുക. ഒരു മേശ ഉണ്ടാക്കുന്നതിനെ മരത്തിനെ മുറിച്ച് പലതാക്കി പിന്നെ കൂട്ടിച്ചേർത്ത്, ഇങ്ങനെ പൊട്ടിക്കലും കൂട്ടിച്ചേർക്കലും. ചോറ് വെക്കുമ്പോഴും അതിൻ്റെ അകത്ത് അരിയിൽ ബോണ്ടുകൾ പൊട്ടിച്ചിട്ടാണ് പുതിയൊരു വസ്തുവായി ചോറായി മാറ്റുന്നത്. അപ്പോൾ പൊട്ടിക്കാൻ എന്ത് വേണം? ഇന്ദ്രൻ്റെ കൈമ്പിൽ ഒരു ആയുധം വേണം. അതുകൊണ്ട് എപ്പോഴും എന്ത് പറഞ്ഞിരിക്കുക, ഏറ്റവും ഏത് കർമ്മവും ചെയ്യാൻ പറ്റിയ ഒരു ആയുധം എന്താണ്? ഏറ്റവും ഹാർഡായ വസ്തു. അതെന്തുകൊണ്ട്? അതെന്താണ്? വജ്രമാണ്. അപ്പോൾ ഇന്ദ്രൻ്റെ കയ്യിൽ വജ്രായുധമുണ്ട് എന്ന് പറയുകയാണ്. രഥത്തിൽ വന്ന്, അതായത് ഇന്ദ്രൻ പെട്ടെന്ന് വരും. കാരണം നമ്മൾ ചോറിവിടെ വെക്കുമ്പോഴേക്ക് ഇന്ദ്രൻ വരും. അടുത്ത വീട്ടുകാരൻ അവിടെ വെക്കുമ്പോൾ അവിടെ എത്തും. ചന്ദ്രനിൽ വെക്കുകയാണെങ്കിൽ ചന്ദ്രനിലെത്തും. അപ്പോൾ അത്രയും വേഗത്തിൽ സഞ്ചരിക്കുന്നത് എന്താണ്? രഥത്തിൽ സഞ്ചരിച്ച് നിരവധി കർമ്മങ്ങൾ നയിക്കുന്നവൻ. അപ്പോൾ പലയിടത്തും എത്തിച്ചേർന്നിട്ട് പല കർമ്മങ്ങളും നയിക്കുന്നു. നാം നൽകുന്ന സോമമുണ്ട്. നാം കൊടുക്കുന്ന വസ്തു അത് ഉണ്ണും, അത് സ്വീകരിക്കും. എന്നിട്ട് അവൻ്റെ താടി മീശ വിറപ്പിക്കും. അത് മനുഷ്യരെന്ന രൂപത്തിൽ ഉള്ള വ്യാഖ്യാനമാണ്. അവൻ്റെ താടി മീശയെല്ലാം വിറപ്പിച്ചിട്ട്, അതായത് ആറ്റങ്ങളെ, ആ വസ്തുക്കളെ മുഴുവൻ ഉടച്ച് പൊളിച്ച്, നമുക്കറിയാലോ അരി വേവിക്കുമ്പോൾ തന്നെ അരി അതിൻ്റെ അകത്ത് കിടന്നിട്ട് ഇങ്ങനെ ഓടുന്ന കാണാം, തിളച്ച് മറയുന്ന കാണാം. അവിടെ വലിയൊരു യുദ്ധം നടക്കുകയാണ്. അതാണ് അവൻ്റെ താടി മീശയെല്ലാം വിറപ്പിച്ച് എന്നതുകൊണ്ട് അർത്ഥമാക്കേണ്ടത്. തൻ്റെ സേനകളാൽ ശത്രുക്കളെ വിറപ്പിച്ച് ധനം നൽകുന്നു. എന്നിട്ട് നമുക്കെന്ത് ചെയ്യും? ധനം നൽകും. എങ്ങനെയാണ് ധനം നൽകുന്നത്? ധനമല്ല നൽകുന്നത്, ചോറ് തന്നു കഴിഞ്ഞാൽ നമ്മൾ കടയിൽ വിൽക്കും, എന്നിട്ട് ധനം കിട്ടും. ഇനി 335 ശത്രുവിനാലും ശത്രുഹന്താവും ശത്രുക്കളെ ഓടിക്കുന്നവൻ. ശത്രുവിനെ, നമ്മളെ തടസ്സങ്ങളെയെല്ലാം മാറ്റുന്നവനാണ് അവൻ. ആ തടസ്സങ്ങളെ ഓടിക്കുന്നവനാണ്. നാശമില്ലാതെ, ഇന്ദ്രന് നാശമൊന്നുമില്ല. പ്രപഞ്ച സൃഷ്ടി മുതൽ ആ ഒരു ശക്തിവിശേഷമുണ്ട്. അവസാനം ലോകത്തെ മുഴുവൻ പൊളിച്ചു കൊണ്ടുപോകുമ്പോൾ ഇന്ദ്രൻ തന്നെയാണ് അവിടെ പൊളിക്കാൻ നിൽക്കുന്നത്. നമ്മുടെ മനോരഥം പൂർത്തീകരിക്കുന്നത്, നമ്മുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്നവനാണ്. വജ്രം ധരിച്ചവനുമായ ഇന്ദ്രനെ ഞാൻ സ്തുതിക്കുന്നു. ഇന്ദ്രനെ എങ്ങനെ സമീപിക്കണം? സ്തുതിക്കണം. ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ സമീപിക്കണം. സ്തുതി എന്ന് പറഞ്ഞാൽ വേദമന്ത്രങ്ങളെ അല്ലെങ്കിൽ ആധുനിക സയൻസിൻ്റെ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ദ്രനെ സമീപിച്ചാലേ അത് നടക്കുകയുള്ളൂ. ചോറ് വെക്കണ്ടെങ്കിൽ സയൻസ് എന്താണ് പറയുന്നത്? അരി വെള്ളത്തിലിട്ട് ചൂടാക്കിയാൽ ചോറായി കിട്ടും. നേരെ മറ്റേ അരി വെള്ളത്തിലിടുന്നതിന് പകരം മണ്ണെണ്ണയിലിട്ടിട്ട് ചൂടാക്കിയാൽ ചോറാവില്ല. അത് ചോറല്ല. അപ്പോൾ സ്തുതിക്കുന്നു. വൃത്രാസുരനെ വധിച്ച ഇന്ദ്രൻ അന്നം നൽകും. വൃത്രാസുരൻ എന്ന് പറഞ്ഞാൽ ആറ്റങ്ങൾ തമ്മിലാണ് എല്ലാ പ്രവർത്തനത്തിലും ആറ്റങ്ങൾ ഇൻവോൾവ് ആകുന്നുണ്ട്. അതുകൊണ്ടാണ് വട്ടത്തിലുള്ള വൃത്രാസുരൻ. അതിനെ എതിർക്കുന്ന ശക്തിയെ വൃത്രാസുരൻ എന്ന് പറയുന്നത്. ആക്ഷൻ റിയാക്ഷൻ വൃത്രാസുരൻ എന്ന് പറയാം. അവനെ നശിപ്പിച്ചിട്ട് അന്നം നൽകും. അരിയെ വേവാൻ സമ്മതിക്കാത്ത റിയാക്ഷൻ, അതായത് ആ വൃത്രാസുരനെ വധിച്ചിട്ട് ആ അരിയെ എന്താക്കും? ചോറാക്കും. ധനവും നൽകും. അത് വിറ്റാൽ നമുക്ക് ധനവും കിട്ടും. 336 ഞങ്ങളെ നശിപ്പിക്കാനായി പോരാട്ടത്തിന് വരുന്നവരും, നമ്മളെ ആരെങ്കിലും നശിപ്പിക്കാൻ വരുന്നവരും സ്വയം വലിയവരെന്ന് നടിക്കുന്നവരുമായ മനുഷ്യർ
മനുഷ്യരുടെ കാര്യം പറയുകയാണ്. മനുഷ്യർ നമ്മളെ നശിപ്പിക്കാൻ വരിക, അല്ലെങ്കിൽ അവൻ വലിയ ശക്തിമാനാണെന്ന് ചിന്തിച്ച് വരുന്ന മനുഷ്യർ പ്രജകളുടെ മേൽ യുദ്ധം ചെയ്യും. അങ്ങനെയുള്ള ദുർഭരണാധികാരികൾ പ്രജകളോടാണ് യുദ്ധം ചെയ്യുന്നത്. ഇത് വേറൊരു വിഷയമാണ്. ഭരണത്തിൻ്റെ തലപ്പത്ത് ദുഷ്ടന്മാരായ ഭരണാധികാരികൾ, ഏകാധിപതികളായ ഭരണാധികാരികൾ ഇരിക്കുമ്പോൾ അവരെന്താ ചെയ്യുക? പ്രജകളുടെ മേൽ യുദ്ധം ചെയ്യുന്നു. പക്ഷേ അവനെ നമ്മൾ തിരസ്കരിക്കും, അവനെ നമ്മൾ കാര്യമാക്കില്ല. അവൻ വലിയ വില്ലനാണെന്നെല്ലാം പറഞ്ഞ് നടക്കും. അവനെ കാര്യമാക്കേണ്ടതില്ല. കാലം അവനെ എടുത്ത് ദൂരക്കളയും. കാരണം എല്ലാം ലോകത്തെ നയിച്ചു കൊണ്ട് പോകുന്നത് ആ ശക്തി വിശേഷമാണ്. അത് തീരുമാനിച്ച മാതിരിയേ ലോകം പോവുകയുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് വല്ലവരും കേരി ഏകാധിപതികളാണ്, ഞാനാണ് ഇതിൻ്റെ തലപ്പത്ത് എന്നുള്ള നിലയിൽ ഭാവിച്ച് നടന്നു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ അവനെ കാലമെടുത്ത് ദൂരക്കളയും. അതുകൊണ്ട് ഞങ്ങൾ അവനെ തിരസ്കരിക്കുന്നു. ഇതിൻ്റെ 337 പറയാണ്, പോരാട്ടത്തിൽ ധീരരായവർ ആരെ വിളിക്കുന്നു? നമ്മൾ എന്തെങ്കിലും ഒരു പോരാട്ടം ജയിക്കണം, നമ്മൾ തടസ്സങ്ങൾ നീക്കേണ്ടിക്ക് ആരെയാണ് ആശ്രയിക്കേണ്ടത്? യജ്ഞം നടത്തണം. അതിനെതിരായിട്ടുള്ള യജ്ഞം നടത്തണം. യജ്ഞം നടക്കുമ്പോൾ അവിടെ ആരാണ് പങ്കെടുക്കുന്നത്? ഇന്ദ്രനാണ്. ആരെയാണ് ആഹ്വാനം ചെയ്യുന്നത്? എങ്ങനെ യജ്ഞം നടത്തണം? ആഹ്വാനം ചെയ്യണം. സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യപ്പെടണം. ശാസ്ത്രീയ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആഹ്വാനം ചെയ്യണം. ഏതുപോലെ എന്നാൽ മഴ ലഭിക്കുവാൻ ആരെ ആശ്രയിക്കുന്നു? മുകളിലുള്ള മഴ പെയ്യിപ്പിക്കുന്ന ആരാണ്? അവിടെ ഒരു സയൻസ് തത്വമുണ്ട്. ഗ്രഹങ്ങൾ ഒരു പ്രത്യേക സ്ഥലത്ത് വരുമ്പോൾ മേഘങ്ങൾ കൂടിച്ചേരും. മേഘങ്ങൾ കൂടിച്ചേരുമ്പോൾ അത് മഴയായിട്ട് പെയ്യും. അവിടെയെല്ലാം അവയെ ആ കർമ്മത്തെ ഏകോപിപ്പിക്കുന്ന, മഴ പെയ്യുമ്പോൾ കാണാം മേഘങ്ങളെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കൂടിച്ചേർന്നിട്ട് മഴയേക്കുന്നു. അവിടെ എല്ലാം ഏകോപിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയാണ് ഇന്ദ്രൻ. അതുപോലെ തന്നെ ഏത് നമ്മൾ കർമ്മം ചെയ്യേണ്ടെങ്കിലും ഇന്ദ്രനെ ആശ്രയിക്കണം. അതുകൊണ്ട് ബുദ്ധിയുള്ള കർത്താവ് ഹവിസ് അവന് നൽകി ബലവാനാകുന്നു. അതിൽ ബുദ്ധിയുള്ളവരെന്ത് വേണം? സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ യജ്ഞം ചെയ്യണം. ആർക്ക് വേണ്ടിയിട്ട് വസ്തുക്കളെല്ലാം കൊടുക്കുന്നു? ആ ഇന്ദ്രനായി ഏൽപ്പിക്കുന്നു. നമ്മളൊരു വീട് വെക്കുമ്പോൾ മേസ്ത്രി ഏൽപ്പിച്ചിട്ട് മേസ്ത്രിയാണ് കല്ലിനെയും മണ്ണിനെയും എല്ലാം എടുത്തിട്ട് വീടാക്കി തരുന്നത്. അതുപോലെ നമ്മൾ ഈ വസ്തുക്കൾ ഇന്ദ്രനായിക്കൊണ്ട് നൽകുക, ആ സിസ്റ്റത്തിന് കൊടുക്കുക. സിസ്റ്റം അതിനെ എടുത്തിട്ട് ഔട്ട്പുട്ടാക്കി തരും. അവൻ ഇന്ദ്രനാണ് എന്ന് പറയുകയാണ്. നമ്മുടെ എല്ലാ കർമ്മങ്ങളെയും പൂർത്തീകരിക്കുന്ന ശക്തി ഇന്ദ്രനാണ്. നമ്മൾ രോഗമുണ്ടാകുമ്പോൾ മരുന്ന് കഴിച്ചാലും മരുന്ന് കഴിക്കുന്നേ ഉള്ളൂ, നമ്മളാ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ ആ മരുന്ന് പോയിട്ട് ശരീരത്തിൽ കുറേ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിനെ ഏകോപിപ്പിക്കുന്ന അത് സയൻസിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ശക്തിയാണ്. അതാണ് ഇന്ദ്രൻ. ഇനി 338 ഇന്ദ്രനും പർവ്വതങ്ങളും ശ്രേഷ്ഠ പുരുഷന്മാരോടുകൂടി അന്നം നൽകുക. ഇന്ദ്രനും പർവ്വതങ്ങളും, ഇവിടെ മഴ പെയ്യ്ക്കുന്നതിൽ പർവ്വതങ്ങൾക്ക് വലിയ പങ്കുണ്ട് എന്ന് നമുക്ക് ശാസ്ത്രീയമായിട്ട് അറിയാം. അപ്പോൾ ഇന്ദ്രനും പർവ്വതങ്ങളും ശ്രേഷ്ഠ പുരുഷന്മാരോടുകൂടി അന്നം നൽകുക. അങ്ങനെ മഴ പെയ്ക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇവിടെ അന്നങ്ങളെല്ലാം, കൃഷിയെല്ലാം നടക്കുന്നത്. നമ്മളെ യാഗത്തിൽ രക്ഷിക്കുക. നമ്മളെ എന്ത് യജ്ഞങ്ങൾ നടക്കുന്നുണ്ട് അതിനെല്ലാം രക്ഷിക്കുന്നത് ഈ ഇന്ദ്രൻ തന്നെയാണ്. അന്നം നൽകി ഞങ്ങളെ പ്രസന്നരാക്കുക, നമ്മളെ തൃപ്തിപ്പെടുത്തുക. നമ്മൾ യജ്ഞം ചെയ്യും. ആ യജ്ഞത്തിലുള്ള വസ്തുക്കളെല്ലാം ഇന്ദ്രനാണ് നൽകുന്നത്. ഇന്ദ്രൻ അവയെ എടുത്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട വസ്തുവാക്കി മാറ്റിത്തരിക. അതുവഴി നമ്മളെ പ്രസന്നരാക്കുക. ഞങ്ങളുടെ വാക്കാൽ വളരുക. നമ്മളെ വാക്ക് എന്ന് പറയുമ്പോൾ നമ്മളെ ശാസ്ത്രം, നമ്മളെ വേദവാക്കുകൾ, നമ്മളെ സയൻസ് തത്വങ്ങൾ. നമ്മുടെ സയൻസ് തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ദ്രൻ വളരുന്നത്. ഇന്ദ്രന് ശക്തി കൂടും. സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഇന്ദ്രൻ്റെ ശക്തി കൂടും. ഉദാഹരണമായിട്ട് ഒരു ഇരുമ്പിനെ അടിച്ചാൽ ഇന്ദ്രൻ അങ്ങനെ പരത്താൻ വേണ്ടി ശ്രമിച്ചാലും കുറേ പാടുപെടും, കുറേ ശക്തി ഉപയോഗിക്കണം. പക്ഷേ ഒന്ന് ചൂടാക്കിയിട്ട് അടിച്ചാലോ
ഇന്ദ്രൻ പെട്ടെന്ന് അതിനെ പരത്തിത്തരും. അപ്പം ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ദ്രനെ നമുക്ക് വേഗം കർമ്മം ചെയ്യാൻ കഴിവുള്ളവനാക്കി മാറ്റാം. എന്നിട്ടോ ഇനി 339 ഉച്ചത്തിൽ ഇന്ദ്രനായി സ്തോത്രങ്ങൾ ഉയർത്തുക എന്ന് പറഞ്ഞാൽ ഉച്ചത്തിൽ നിലവിളിക്കണം എന്നല്ല അർത്ഥം. നമ്മൾ ഉന്നതമായ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തന്നെ ഇന്ദ്രനെ സ്തുതിക്കണം. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ കർമ്മങ്ങൾ ചെയ്യണം. ആ സ്തുതിയാലാണ് അന്തരീക്ഷത്തിലെ ജലം പ്രേരിപ്പിക്കപ്പെടുന്നത്. ആ സ്തുതി കൊണ്ട് എന്ത് പറ്റും? അന്തരീക്ഷത്തിലെ ജലം പ്രേരിപ്പിച്ച് മഴയായി പെയ്യുന്നതിന് മുമ്പിൽ വലിയൊരു ശാസ്ത്രമുണ്ട്. അന്തരീക്ഷത്തിലെ മേഘത്തിൻ്റെ മഴകളുണ്ട്, അത് എത്രയുണ്ടായാലും സമയത്തുമ്പോൾ പെയ്യുള്ളൂ. അപ്പോൾ ആ സമയത്താണ് ആ പ്രേരക ശക്തി വളരെ ആക്റ്റീവാകുന്നത്. അല്ലാതെ നമ്മളൊന്നും വിചാരിച്ച മേഘത്തെ കൂട്ടിയിട്ട് മഴ പെയ്യിപ്പിക്കാൻ വളരെ പാടാണ്. കൃത്രിമ മാർഗങ്ങളും ഉണ്ട്, പക്ഷേ ആ മാർഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസപ്പെട്ടതാണ്. അപ്പോൾ ഇന്ദ്രനെ സ്തുതികളാൽ വളർത്തിക്കഴിഞ്ഞാൽ ഇന്ദ്രൻ വേണ്ടിക്ക് എന്ത് ചെയ്യും? അന്തരീക്ഷത്തിലെ ജലവും വർഷിപ്പിച്ച് തരും. കൃത്രിമ മഴ നമുക്ക് പെയ്യിക്കാം. അപ്പോൾ ആ സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രന് പെട്ടെന്ന് മഴയായിട്ട് അതിനെ പെയ്യിക്കാൻ പറ്റും. അന്തരീക്ഷത്തിലെ മേഘങ്ങളെ, കൂടിച്ചേരാത്ത മേഘങ്ങളെ സ്തുതികളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്തെങ്കിലും കൃത്രിമ മഴ പെയ്യിക്കേണ്ട വഴിയെല്ലാം ഉപയോഗിച്ചിട്ട് പ്രയോഗിച്ചാൽ ഇന്ദ്രൻ അത് വലിയ ഹെൽപ്പായിത്തീരും. ഇന്ദ്രൻ ഉടനെ പോയിട്ട് അതിനെ മഴയായിട്ട് പെയ്യിപ്പിക്കും. ഇന്ദ്രൻ യജ്ഞത്തിൽ ക്രമമായി പ്രവർത്തിക്കും. അപ്പോൾ ആ ശാസ്ത്ര തത്വത്തിനനുസരിച്ച് ആ ക്രമത്തിലാണ് ഇന്ദ്രൻ പ്രവർത്തിക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തെയും യോജിപ്പിച്ച് നിർത്തുന്നു. ഇനി 340 സ്തുതിയാൽ ശ്രോതാക്കൾ ഇന്ദ്രനെ അഭിമുഖമാക്കുന്നു. സ്തുതി ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ദ്രൻ നമുക്ക് അഭിമുഖമായിട്ട് നമ്മളെ സഹായിക്കാൻ വരുന്നത്. അരിയെ ചോറാക്കണ്ടിക്കൽ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സമീപിച്ചാലേ പറ്റൂ. അല്ലാതെ അരി വെറുതെ പാത്രത്തിലിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ അത് ചോറൊന്നും ആവില്ല. അപ്പം സ്തുതികളാലാണ് നമ്മൾ ശ്രോതാക്കൾ ഇന്ദ്രനെ അഭിമുഖീകരിക്കുന്നത്. അതുവഴി അങ്ങ് അന്തരീക്ഷത്തിലേക്ക് ഗമിക്കും. അതിലൂടെ അത് പുത്രനെ നൽകും. നമുക്ക് പുത്രനെ പോലെ നൽകും. ശാസ്ത്രീയമായി നമ്മൾ ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ നിന്ന്, മുകളിൽ നിന്നുള്ള ഗ്രഹങ്ങളാണ് നമ്മളെപ്പോഴും പുത്രനുണ്ടാകേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. കാരണം പുത്രനുണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് നാളത്തെ കാലഘട്ടത്തിൽ ജോലി ചെയ്യാനാണ്. അപ്പോൾ എപ്പോഴും ജോലിക്ക് വേണ്ട പുത്രൻ വേണം, അത് എന്ത് ഗുണമുള്ള പുത്രൻ വേണമെന്നെല്ലാം തീരുമാനിക്കുന്നത് ആ ഗ്രഹങ്ങളാണ്. ആ പ്ലാൻ അനുസരിച്ചാണ്, പരമാത്മാവെന്ന പ്ലാൻ അനുസരിച്ചാണ്. ആ പ്ലാൻ അനുസരിച്ച് സമയത്തുമ്പോൾ നമ്മളുടെ പുത്രൻ ജനിക്കും. പുത്രൻ ജനിക്കാൻ വേണ്ട യജ്ഞങ്ങളെല്ലാം ആര് ചെയ്യും? ഇന്ദ്രൻ ചെയ്യും. നമുക്കറിയാലോ, ഓരോ പുരുഷൻ്റെ ഉള്ളിലും ആയിരക്കണക്കിന് ബീജങ്ങളുണ്ട്. അത് പല സ്വഭാവമുള്ളതാണ്. പക്ഷേ നാളത്തെ കുട്ടിക്ക് ഏതൊരു സ്വഭാവമുള്ള കുട്ടിയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ആയിരക്കണക്കായ ബീജങ്ങളിൽ നിന്നും ഒന്നിനെ സെലക്ട് ചെയ്ത് അണ്ടവുമായി ചേർക്കുന്നത് വലിയൊരു പ്രവർത്തനമാണ്. ആ പ്രവൃത്തി ഏറ്റെടുക്കുന്നത് ആരാണ്? ഇന്ദ്രൻ എന്ന ശക്തിവിശേഷമാണ്. അത് ഏതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്? ആകാശത്തിലെ ഗ്രഹങ്ങളാണ് ഏതിനെ സെലക്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. അതിനനുസരിച്ച് ഇന്ദ്രൻ അവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് കുട്ടികളെ ഉണ്ടാക്കും. ഇനി 341 ശത്രുക്കളെ നേരെ ഗമിക്കുന്ന അശ്വങ്ങളെ കുതിര പുറത്ത് കയറിയിട്ടാണ് ഇന്ദ്രൻ വരിക. ആ ഇന്ദ്രൻ്റെ സ്പീഡ് നമുക്ക് വിധേയമാക്കാം. എന്തിലൂടെ? മന്ത്രങ്ങളിലൂടെ, അല്ലെങ്കിൽ ശാസ്ത്രതത്വങ്ങളിലൂടെ. ചില ശാസ്ത്രതത്വങ്ങൾ ഉപയോഗിച്ച് ഇന്ദ്രൻ വേഗത്തിൽ വന്നിട്ട് നമ്മളെ കാര്യം സാധിപ്പിച്ചു തരും. നമുക്കറിയാലോ, സാധാരണ ഒരു പാത്രത്തിൽ അരിയും വെള്ളവും അരിയും ഇട്ടിട്ട് ചൂടാക്കിയാൽ ചോറ് ആകുന്നതിനെക്കാട്ടിയും വേഗത്തിൽ പ്രഷർ കുക്കറിലിട്ടാൽ വേഗത്തിൽ ഇന്ദ്രൻ വന്നിട്ട് അതിനെ ചോറാക്കി തരും. അപ്പം ശാസ്ത്രത്തിൻ്റെ സ്തുതികളുടെ അടിസ്ഥാനത്തിൽ
ശത്രുക്കളെ നേരെ ഗമിക്കുന്ന അതായത് തടസ്സങ്ങളെ നീക്കുവാൻ കുതിരപ്പുറത്താണ് ഇന്ദ്രൻ വരുന്നതായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. അത്ര വേഗത്തിൽ. അശ്വം എന്ന് പറയുന്നത് ഊർജമാണ്, ബലം പ്രയോഗിച്ചിട്ടാണ് അതിനെ പദമുള്ളതാക്കി തീർക്കുന്ന അരിയെ. അപ്പം അത് നമ്മൾ ഉപയോഗിക്കുന്ന തത്വം അനുസരിച്ച്, സ്തുതി അനുസരിച്ച് വേഗത്തിൽ വരും. യജ്ഞകർത്താവ് അതിലൂടെ യജ്ഞം ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യുക? കുതിരയുടെ രഥം നിയന്ത്രിക്കാം. ഇന്ദ്രൻ സഞ്ചരിക്കുന്ന കുതിരയുടെ വേഗത കൂട്ടണ്ടിക്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള ശാസ്ത്രതത്വങ്ങൾ ഉപയോഗിക്കാം. അതിലൂടെ കർമ്മത്തെ മുന്നോട്ടേക്ക് നയിക്കാം. ഉദാഹരണമായിട്ട് വേഗം അരിയിനെ ചോറാക്കണ്ടിക്കിൽ നമ്മൾ ശാസ്ത്രത്തിൻ്റെ സഹായത്താൽ പ്രഷർ കുക്കറിൽ ഇട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുതിരയുടെ വേഗം, ഇന്ദ്രൻ്റെ വേഗത, കുതിരപ്പുറത്ത് രഥത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ്, കുതിരയുടെ വേഗം കൂടിയിട്ട് അതിലൂടെ യാഗം, നമ്മുടെ യജ്ഞം വളരെ വേഗം പൂർത്തീകരിക്കുന്നു. ചുരുക്കത്തിൽ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ആധുനിക സയൻസിൻ്റെ മോഡേൺ ടെക്നോളജിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ യജ്ഞങ്ങൾ ചെയ്താൽ നമുക്ക് ഫലം നല്ലവണ്ണം പെട്ടെന്ന് ലഭിക്കും.